الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فاذكروني أذكركم واشكروا لي ولا تكفرون ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകത്തിൻ്റെ സംരക്ഷകനും അത് നിയന്ത്രിക്കുന്ന ശക്തവാനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണേ എന്ന ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമ്മയെല്ലാം ഏറ്റവും വലിയ സ്വർഗം കൊണ്ട് അനുഗ്രഹീതരാകുന്ന സന്തോഷവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറിയ വിശ്രമ സമയത്തിനു ശേഷം അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഈ മസ്ജിദിൻ്റെ മിമ്പറിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ വീണ്ടും അല്ലാഹു തആല തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഒരു അനുഗ്രഹം നമ്മൾ നിത്യേന എന്നോണം ഉപയോഗിക്കുന്ന ഒരവയവം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെയായാൽ ഉണ്ടാകുന്നതിൻ്റെ എല്ലാ പ്രയാസങ്ങളും ക്ഷമയോടെ സഹിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് ഒരുപാട് ആളുകളുടെ നേർന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞു. എത്രത്തോളം എന്ന് വെച്ചാൽ 2 മണിക്കൂറോളം നിന്ന് പ്രസംഗിച്ചിരുന്ന എനിക്ക് ഒരു പള്ളിയിൽ ഇമാമ നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു ഫാത്തിഹ സൂറത്ത് പോലും ഓതാൻ കഴിയാത്തൊരു ഘട്ടം കടന്നു വന്നു. ആ നമസ്കാരം കഷ്ടിച്ച് പൂർത്തീകരിക്കാൻ പോലും പ്രയാസപ്പെട്ടു. ഒരാൾ സലാം പറഞ്ഞാൽ സലാം മടക്കാൻ അത് ശബ്ദത്തോടു കൂടെ പറയാൻ കഴിയാത്ത ഒരവസ്ഥ കടന്നു വന്നു. ഒരുപാട് ആകുലതകളും വ്യാകുലതകളും നിറഞ്ഞു. ഈ ശബ്ദം ദീനിനു വേണ്ടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് അതൊരു സ്വപ്നമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരീക്ഷണ ഘട്ടമായിരുന്നു. ചികിത്സ ആവശ്യമായി വന്നപ്പോൾ അടുത്തൊരു പരീക്ഷണം എന്ന നിലക്ക് അനസ്തേഷ്യയുടെ ഭാഗമായി താടി വടിക്കൽ നിർബന്ധമായി. 4ഉം 5ഉം അപ്ലിക്കേഷൻ അപേക്ഷകൾ കൊടുത്തിട്ടും അത് സാധ്യമല്ല എന്നും ഇത് അത്തരമൊരു പ്രയാസമുണ്ടാക്കുന്ന പ്രശ്നമാണ്, അവിടെ പലതും ഒട്ടിക്കാനുള്ളത് കൊണ്ട്
താടി രോമങ്ങൾ ഉണ്ടെങ്കിൽ ആ സാധനങ്ങൾ അവിടെ ഒട്ടുകയില്ല. നിങ്ങൾക്ക് ശ്വാസം കിട്ടാതെ സർജറി കുറച്ച് അപകടകരമായി മാറും, നിങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഒരു മഹത്തായ സുന്നത്തിനെ വെറുപ്പോടുകൂടെ കളയുക എന്ന അവസരം ഉണ്ടായത്. ആ സംശയം ദൂരീകരിക്കണം എന്നതുകൊണ്ടാണ് പറയുന്നത്. അതോടൊപ്പം ആഴ്ചക്ക് ചെന്ന് താടിയും മീശയൊക്കെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമുക്ക് 24 മണിക്കൂർ പ്രതിഫലം നൽകുന്ന, നമ്മുടെ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടമാക്കുന്ന ആ ഷിആറിൻ്റെ വില നിങ്ങൾക്കറിയണമെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന ഒരാളോട് ചോദിക്കണം. കളയരുത് അത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ തന്നെ എന്നോട് ഓർമ്മപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നുമെല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകുന്ന ചില ധൈര്യങ്ങളുണ്ട്, അള്ളാഹു നമുക്ക് നൽകുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. ആ ധൈര്യവും വാഗ്ദാനവും ചങ്കുറപ്പോടെ ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഏറെ വിഷമിച്ചിരിക്കുന്ന, പ്രയാസപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വിശ്വസ്തനായ പ്രിയപ്പെട്ട ഒരാൾ നൽകുന്ന ധൈര്യം, ഒരു സമാധാന വാക്കെത്ര ഗൗരവമാണ്. എങ്കിൽ എല്ലാം അറിയുന്ന, എല്ലാം നിലക്കും നമ്മളെ സഹായിക്കാൻ കഴിവുള്ള പടച്ചവൻ നമുക്ക് ചില വാഗ്ദാനങ്ങൾ തരുന്നുണ്ട്. സൂറത്തുൽ ബഖറ 152 ആയത്ത്, ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കണം, എങ്കിൽ അദ്കുർക്കും, ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. അത് നമ്മളങ്ങനെ ഓർത്തിരിക്കുന്നുള്ളതല്ല, നമ്മൾ സഹായിക്കുന്ന തന്നെയാണ്. നിങ്ങൾ എന്നെ സ്മരിക്കണം, ഞാൻ നിങ്ങളെ സ്മരിക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം. വലാ തക്ഫുറൂൻ, നിങ്ങൾ എനിക്ക് നന്ദി കേട് കാണിക്കല്ലേ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ ഖാലിദ് ബിൻ മഅദാൻ റഹിമഹുല്ലാഹ് പറയാണ്, ഈ ആയത്ത് കേട്ടാൽ ഖിഫ് ഇൻദ ഹാദിഹിൽ ആയ, ഈ ആയത്ത് കേൾക്കുമ്പോൾ നീ ഒന്നിങ്ങനെ നിൽക്കെന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കണം. ഈ ആയത്ത് മാത്രം നീ ഒന്ന് ആലോചിക്കണം. വലാ തഅജൽ, നീ വേഗത്തിൽ അങ്ങ് കടന്നു പോകരുത്. ഒറ്റ ഓത്തിന് അങ്ങോട്ട് വേദി അടുത്ത ആയത്തേക്ക് പോകല്ലേ, ഒന്നവിടെ നിൽക്ക്. ഫലവിസ്തഖറ യഖീനുഹാ ഫീ ഖൽബിക, ആ ആയത്തിന്റെ ആശയത്തെ നിന്റെ കൽബിലേക്കൊന്ന് ഉറപ്പിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, മാ ജഫത്ത് ശഫതാക, നിന്റെ ചുണ്ടുകൾ പിന്നെ ഒരിക്കലും ഉണങ്ങൂല. പിന്നെ ദിക്ർ എല്ലാവരും മടി ഉണ്ടാവില്ല. ഒരൽഹംദുലില്ലാ പറയാൻ നിന്റെ ചുണ്ടുകൾക്ക് പിന്നെ ഒഴിവുണ്ടാവില്ല. നിന്റെ നാവുകൾ, നിന്റെ ചുണ്ടുകൾ വറ്റി വരേണ്ട അവസ്ഥയിൽ എത്തൂല. ദിക്റുകൾ കൊണ്ടത് നനയും. ശകർത്തും, നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കാണിച്ചാൽ, ലഅസീദന്നകും, നാം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അധികരിപ്പിച്ചു തരും. അല്ലാഹു പറയാണ്, ലൈൻ ശകർത്തും, നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കാണിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കും. ശുക്റുള്ളവനായി മാറണം, അല്ലാഹുവിനോട് ധാരാളം നന്ദി കാണിക്കുന്നവരായി മാറണം. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബാണ് പറയുന്നത്, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഒരു വിശ്വാസക്കുറവുണ്ടോ നമുക്ക്? നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമ്മുടെ ഏതേത് പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളു തുറന്ന് പറയാൻ അല്ലാഹ് റെഡിയാണ്, കേൾക്കാൻ. രാത്രിയിലും പകലിലും അല്ലാഹ് ഒരുക്കമുള്ളവനാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഉറങ്ങൂല, ഒരു മയക്കം വരൂല. വീണ്ടും വീണ്ടും ചോദിക്കുന്നവനോട്, പ്രാർത്ഥിക്കുന്നവനോട് ഒരിക്കലും അല്ലാഹ്ക്ക് വെറുപ്പുണ്ടാവൂല. വീണ്ടും വീണ്ടും ഒരേ കാര്യം ആവർത്തിച്ച് ചോദിച്ചാൽ അല്ലാഹ്ക്ക് മോശിപ്പുണ്ടാകൂല. മല്ലം യസ്അലില്ലാ, ഒരാൾ അല്ലാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ, അതിന് മടി കാണിക്കുന്നവനായാൽ, യഗ്ളിബു അലൈഹി, അല്ലാഹു അവനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുക. പ്രാർത്ഥിക്കാത്തവനോട് ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പറയാം, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടി വരണം. ഫഫിറൂ
ഇലല്ലാ. പതുക്കെ പോയാൽ പോരാ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിയടുക്കണം. അല്ലാഹുവിലേക്ക് നമ്മുടെ ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. വഅദല്ലാഹി ഹഖ്ഖ, സൂറത്തുൻ നിസാഇന്റെ 122. അല്ലാഹ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടോ? സത്യമാണ്, ഉറപ്പാണ്. ഇതൊക്കെ പറഞ്ഞത് പടച്ചോനല്ലേ. വഅദല്ലാഹി ഹഖ്ഖ, അല്ലാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, വാക്കുകളിൽ ഇത്രമാത്രം അല്ലാഹുവിനേക്കാൾ കൂടുതൽ സത്യവാനായ ആരുണ്ട്? അല്ലാഹ് പറഞ്ഞത് ഇത്ര വലിയ സത്യമാണ്. അതിനേക്കാൾ വലിയ സത്യം പറയാൻ ഇവിടെ ആരാ ഉള്ളത്? സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ ആയത് കൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അടിമകളെയാണ്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിൽ മത്സരിച്ച് മുന്നോട്ട് വരണം, പിറകിലേക്ക് പോകരുത്. കാരണങ്ങൾ എന്തുമാകട്ടെ, സാഹചര്യങ്ങൾ, നമുക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകാം, നമുക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ ഉണ്ടാകാം. ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ അവിടേക്ക് വരാത്തത്, ഇന്ന കാരണം കൊണ്ടാണ് ക്ലാസ്സിൽ വരാത്തത്, ഞാൻ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് പള്ളിക്ക് ജമാഅത്തിന് വരാത്തത്. നിന്റെ കാരണങ്ങളൊക്കെ നിനക്ക് കെട്ടിപ്പൂട്ടി വെക്കാം. അല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിലേക്ക് നീ വാ, എല്ലാം തുറന്നു തരാൻ അല്ലാഹ് തയ്യാറാണ്. വമൻ യത്തഖില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ നന്നായി തഖ്വ പാലിച്ച് സൽക്കർമ്മങ്ങളോടെ ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹ് പോംവഴി കാണിച്ചു തരും. ഇതൊക്കെ പിന്നിക്ക് പോകല്ല, അല്ലാഹ് പരിഹാരം ഉണ്ടാക്കി തരും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ പടച്ചോനവന് റിസ്ക് കൊടുത്ത് സഹായിക്കും. എന്താ അല്ലാഹ് പറയണ വാക്കിനൊരു വരല്ലേ? അല്ലാഹ് പറയണത് തരുന്നു. വഅദല്ലാഹുല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളോട് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. വഅമിലുസ്സാലിഹാത്ത്, നന്നായി സൽക്കർമ്മം ചെയ്യുന്നവർക്ക് അല്ലാഹുവിൻ്റെ ഗ്യാരണ്ടിയാണ്. എന്ത്? ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അദീം, അവർക്ക് ഭയങ്കരമായ പാപമോചനമുണ്ട്. മനുഷ്യന്മാരാണ്, തെറ്റ് സംഭവിക്കും, വീഴ്ച സംഭവിക്കും, പോരായ്മകൾ ഇല്ലാത്ത മനുഷ്യരാരാ ഇവിടെയുള്ളത്? മനുഷ്യരെ, നിങ്ങൾക്കല്ല പുറത്തു തരും. അജ്റുൻ അദീം, വമ്പിച്ച പ്രതിഫലം അല്ല തരും സൽക്കർമ്മങ്ങൾ കൂടെയുണ്ടെങ്കിൽ. ഒന്നാമത്തെ കാര്യം നോക്കൂ, നിങ്ങൾ ഏറ്റവും അധികം നമ്മളെ സൽക്കർമ്മങ്ങളിൽ സഹായിക്കുന്ന കാര്യമാണ് അറിവ് തേടുക എന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്, ഞാൻ എത്ര പഠിക്കലുണ്ട്. വെള്ളിയാഴ്ച ഒരു ഖുത്ബ കേൾക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഏറെക്കുറെ ആൾക്കാർ, അതും ശരിക്കും കിട്ടാത്തവരുണ്ട്. ആ ഒരു ഖുത്ബക്കപ്പുറത്ത് ഞാൻ എന്താ പഠിക്കലുള്ളത്? ഒരു വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് ലഭിക്കുന്ന മെസ്സേജിനപ്പുറത്ത് ഇസ്ലാമികമായി എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്ന എന്ത് അറിവാണ് ഞാൻ പഠിക്കൽ എന്ന് സ്വയം ഓരോരുത്തർ അവനവനോട് ഇങ്ങനെ ചോദിച്ചു നോക്ക്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? പഠിക്കാൻ വേണ്ടി ഒരാൾ മുന്നിട്ടൊരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള മാർഗം അവന് എളുപ്പമാണ്. പഠിക്കാൻ പോവാന്നുള്ളത് സ്വർഗം കിട്ടുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, മഹാനായ അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനാണ്. അവിടുത്തെ ഏറ്റവും പണ്ഡിത നേതാക്കന്മാരിൽ വിശിഷ്ട അവിടുത്തെ ഫത്വകളൊക്കെ പറയാറുള്ള സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, ഒരു നാട്ടിൽ ഇൽമിൻ്റെ ഒരു സദസ്സ് നടക്കുന്നുണ്ട്. പള്ളിയിലോ മദ്രസയിലോ ഹാളിലോ ഓഡിറ്റോറിയത്തിലോ എവിടെ ദീനിയായി നമുക്ക് വിജ്ഞാനം തരുന്നൊരു സദസ്സ് നടക്കുന്നുണ്ടെങ്കിൽ നീ അതിൽ ഒരിക്കലും പിറകോട്ട് പോകല്ലേ. കാരണം നീ പഠിക്കുന്ന ആ സദസ്സിൽ വന്ന് ഇരുന്നാൽ നിനക്ക് കിട്ടുന്നത് അന്ന് വന്ന് ഇരുന്ന് കേൾക്കുന്ന ഒരു വാചകമായിരിക്കാം നിനക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം. ചിലപ്പോൾ അന്ന് പഠിച്ചൊരു ഹദീസായിരിക്കും നമ്മൾ ദിവസവും കൊണ്ട് നടക്കാം. അന്ന് പഠിച്ചൊരു ദിക്റായിരിക്കും ചിലപ്പോൾ നമ്മളെ സ്വർഗത്തിലേക്ക് പടച്ചോൻ കൊണ്ടുപോകുന്നൊരു നന്മ. ഒരു സദസ്സിനെയും നിസ്സാരമാക്കരുത്.
തുലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. മുസ്ലിമാണോ ഇൽമു പഠിക്കൽ നിർബന്ധമാണ്. അറബിക് കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ പറ്റിയല്ല ഈ പറയണത്, മുസ്ലിങ്ങളെ പറ്റിയ പറയുന്നത്. നമ്മൾ മുസ്ലിമാണോ അറിവ് പഠിക്കൽ നിർബന്ധമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദ്യമുണ്ട്, ഒരു മനുഷ്യൻ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അഫ്ളലായ സൽക്കർമ്മമേതാ, ഏറ്റവും നല്ല അമലേതാണ്? തുലബുൽ ഇൽമി, അറിവ് പഠിക്കലാണ്. സ്വതക്കനേക്കാൾ, സുന്നത്ത് നമസ്കാരങ്ങളെക്കാൾ, ദിക്റുകളേക്കാൾ ചിലപ്പോൾ സ്ഥാനം കൂടുന്ന കാര്യം ഫർളായ സുന്നത്ത് എന്നൊക്കെ പറയുന്ന പോലെ ആ രൂപത്തിൽ ഇൽമിൻ്റെ മഹത്വമാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഇമാം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മനുഷ്യ, നീ എന്നെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഈ ഭൂമിയുടെ മുകളിൽ നിന്ന് 6 അടി മണ്ണിലേക്ക് ഒരു ദിവസം നിന്നെ കുളിപ്പിച്ച് കഫൻ പുടവയിൽ പൊതിഞ്ഞ് ഒരു ദിവസം ജനങ്ങളെല്ലാവരും നിന്റെ ജനാസയ്ക്ക് പിറകിൽ നടന്നു പോയി സങ്കടത്തോടെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നൊരു ദിവസം മനുഷ്യ വരാനുണ്ട്. അന്ന് ഇറക്കി വെച്ച് ഖബറിലേക്ക് ഇറക്കി വെച്ച ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ, നേതാക്കന്മാർ, പ്രാസ്ഥാനികർ പിരിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോരും. നീ മരിച്ചാലും നിന്റെ ഖബറിൽ മുറിയാതെ ഒരു കൂലി കിട്ടണം, പുണ്യം കിട്ടണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഫല്യന്തശിരിൽ ഇൽമ, നിനക്ക് കിട്ടിയ ഇൽമു പ്രചരിപ്പിച്ചോ. ഫോണില്ലേ, വായില്ലേ, എന്തൊക്കെ സൗകര്യമുണ്ട് പ്രചരിപ്പിക്കാൻ. നിനക്ക് കിട്ടുന്ന അറിവ് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നീ ശ്രമിച്ചോ. അതിൻ്റെ ഗുണം നിന്റെ ഖബറിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ എത്ര ഉപയോഗപ്പെടുത്താനുള്ള ചാൻസാണ്. വിജ്ഞാന സദസ്സുകൾ എത്ര നടക്കുന്നു, ഖുർആൻ പഠന ക്ലാസ്സുകൾ നടക്കുന്നു, ഓൺലൈനിൽ വീട്ടിലിരുന്നാൽ എത്ര ദീനിയായ ശർഈയായ മതപരമായ ഹുക്കുമുകൾ പഠിക്കാവുന്ന എത്ര സദസ്സുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് അത്ര അറിവ് പഠിക്കാൻ ഒരു മാത്സര്യവും താല്പര്യവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കുക. 2, ജീവിതത്തിൽ ഏറ്റവും പ്രധാനത്തോടെ നമ്മൾ കാണേണ്ടുന്ന ആയത്തുൽ കുർസി എന്ന ആയത്ത്, അത് ഏറ്റവും പ്രധാനത്തോടെ സുന്നത്തായി പറഞ്ഞു. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭയങ്കര തിരക്കും ഭയങ്കര സമയമില്ലാത്ത ആൾക്കാരൊക്കെയാണ്. പക്ഷെ ആ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഒരു ആയത്തുൽ കുർസി ഒന്ന് ഓതാൻ മടി കാണിക്കല്ലേ. മൻഖറ ആയത്തുൽ കുർസി, ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ ദുബറ കുല്ല സ്വലാത്തിൻ മക്തൂബയല്ല, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ യമൂത്ത്, മരണമല്ലാതെ സ്വർഗം ലഭിക്കാൻ അവന് തടസ്സമില്ല. ആയത്തുൽ കുർസി ഏതാണ്? അഅ്ളമു ആയത്തിൻ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്താണ്. അൽ ബഖറ സൂറത്തിലെ 255-ാമത്തെ ആയത്ത് ഒരു ദിവസം ചുരുങ്ങിയത് 8 തവണ സുന്നത്തായി നമുക്ക് പറഞ്ഞു തന്നതാണ്. ആയത്തുൽ കുർസിന്റെ ആശയവും അതിൻ്റെ മഹത്വമൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. നമ്മൾ ഏറ്റവും പ്രബലമായ ശക്തമായ ആയത്തുകളുടെ കൂട്ടത്തിൽ അതിനെ എണ്ണിയത് 3. നമുക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ലളിതമായ സൽക്കർമ്മം ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചോനെ, തെറ്റ് ചെയ്തു, പുറത്തു തരണേ എന്ന് ആവർത്തിക്കുന്ന സ്വഭാവമുണ്ടോ? അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ്. അതിൽ തന്നെ മികച്ച ഒന്നാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, രാവിലെയും വൈകുന്നേരം. اللهم أنت ربي لا إله إلا أنت خلقتني എന്ന് തുടങ്ങിയിട്ട് ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ ഒരു പ്രാർത്ഥനയുടെ സവിശേഷത പറഞ്ഞ ഹദീസിൽ പറഞ്ഞത് വമൻ ഖാലഹ, ആരെങ്കിലും ഇത് പറഞ്ഞാൽ മിനന്നഹാരി, പകൽ സമയത്ത്. എങ്ങനെ? മോക്കിനം ബിഹാ, വായ കൊണ്ടങ്ങ് പറഞ്ഞാൽ പോരാ, പുസ്തകം നോക്കിയാണ് വായിച്ചാൽ പോരാ, ആപ്പിൽ നോക്കിയിട്ടൊന്നും ഇങ്ങനെ വെറുതെ നോക്കിയാൽ പോരാ. മോക്കിനം ബിഹാ, ആ പറയുന്ന പ്രാർത്ഥനയിലെ വാക്കുകളും പൊരുളുകളും മനസ്സിലൊന്ന് യഖീനോടെ ഉറപ്പിച്ചുകൊണ്ട്, പടച്ചവനെ നീയാണ് എൻ്റെ റബ്ബ്, എൻ്റെ അടുത്ത് ഒരുപാട് തെറ്റ് സംഭവിച്ചു, എനിക്ക് പുറത്തു തരണമെന്ന ഉറച്ച വിശ്വാസത്തോടെ പറഞ്ഞാൽ ഫമാതമിയൗമിഹി, അന്നേ ദിവസം അവൻ മരിച്ചാൽ ഖബ്ല അൻ യുംസിയ, വൈകുന്നേരത്തിന് മുമ്പ്,
ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരനാണ്. ഒരു പ്രാർത്ഥനക്ക് ഇത്ര കൂലിയോ? അപ്പോൾ അതിന് മാത്രമുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ്. ചില റിപ്പോർട്ടുകളിൽ നബിതങ്ങൾ ഇത് ചൊല്ലണമെന്ന് മാത്രമല്ല, തഅല്ലമൂ സയ്യിദൽ ഇസ്തിഗ്ഫാർ, ഇത് പഠിപ്പിച്ചു കൊടുക്കണം. കുടുംബത്തിലും ബാക്കിയുള്ള വ്യക്തികൾക്കും സുഹൃത്തുക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കണം. ഇസ്തിഗ്ഫാറിൻ്റെ നേതാവാണിത്. അടുത്തത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗം ചോദിക്കുക അല്ലാഹുവിനോട്. സ്വർഗം ഇങ്ങനെ ചോദിച്ചോ ഭയങ്കര കാര്യമാണ്, നല്ല കാര്യമാണ്. മൻ സഅലല്ലാഹൽ ജന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ സലാസ മർറാത്തിൻ, ഒരു 3 തവണ. ആർക്കു വേണ്ടിയാ? അവനവന് വേണ്ടി. പടച്ചോനെ എനിക്ക് സ്വർഗം തന്നെ റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, 3 തവണ ചോദിച്ചാൽ ഖാലത്തിൽ ജന്ന, സ്വർഗം പറയും അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ഈ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. അതിനല്ലേ നമ്മൾ ഈ ഇബാദത്തൊക്കെ ചെയ്യണത്? അതിനല്ലേ നമ്മൾ ഈ ത്യാഗം ചെയ്യുന്നത്? അത് തരാൻ സ്വർഗം പോലും നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ്. പടച്ചോനോട് 3 തവണ സ്വർഗത്തിന് വേണ്ടി ചോദിച്ചാൽ ഏതാ സ്വർഗം? മുത്തഖീങ്ങളായ ആളുകൾക്ക് സുഖകരമായ സ്വർഗം ഒരുക്കി വെച്ചല്ലോ. മുന്നലിൽ മുത്തഖീന മഫാസ എന്ന് തുടങ്ങുന്ന വാചകങ്ങൾ കാണാം. സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞല്ലോ, വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, കൊതിക്കുന്ന ഇച്ഛിക്കുന്ന ഇഷ്ടപ്പെടുന്ന പഴങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, ഇഷ്ടപ്പെടുന്ന ഇച്ഛിക്കുന്ന കൊതിക്കുന്ന പക്ഷികളുടെ മാംസം തരുന്ന സ്വർഗമാണ്. വിശാലമായ സൗന്ദര്യമുള്ള സ്വർഗത്തിലെ ഇണകളെ തരുന്നതാണ്. ആർക്കാ? ബിമാ കാനൂ യഅമലൂൻ, പണിയെടുത്തോർക്കാണ്, അധ്വാനിച്ചോർക്കാണ്. സ്വർഗത്തിന് വേണ്ടി കൊതിച്ച് സൽക്കർമ്മങ്ങൾ കിട്ടുന്നത്, ഉള്ള സമ്പത്തുള്ള പണം, ഉള്ള കച്ചവടം, ഉള്ള വരുമാനമുള്ള സമയം, ഉള്ള ആരോഗ്യം വെച്ച് പടച്ചോൻക്ക് ഇബാദത്ത് ചെയ്യുന്നവർക്കാണ് ആ സ്വർഗം അള്ളാഹു കാത്തു വെച്ചിരിക്കുന്നത്. അള്ളാഹു സ്വർഗക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. സർവ്വലോക രക്ഷിതാവായ കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ മുത്തഖീങ്ങളായ മുസ്ലിഹുകളായ നല്ല അടിമകളിൽ ഉൾപ്പെടാനോ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിൽ അകത്ത് പ്രവേശിച്ച നമ്മളൊക്കെ ഈ ജുമായുടെ ഫള് ആഗ്രഹിച്ചു വന്നവരാണ്. സഫുകളുടെ വിടവുകൾ ഇപ്പോഴും തന്നെ കാണുന്നുണ്ട്. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലേക്കൊന്ന് കയറിയിരുന്നാൽ ഇനിയും ആളുകൾക്ക് ഇതിനുള്ളിലേക്ക് കയറി വരാൻ കഴിയും. ഇവിടെയൊക്കെ സഫുകളിൽ ഒഴിഞ്ഞിരിക്കുന്നു. ഉറക്കം വരാനുള്ള എന്തെങ്കിലും സാധ്യത അവനവൻ്റെ ഇരുത്തത്തിലോ ചാരലിലോ ഫോണിലോ ഉറങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് തട്ടി ഉണർത്തി ഒരു വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഫളലിനെ ഏത് പള്ളിയിൽ പോയാലും, നമ്മളെ പള്ളിയിലെ നമ്മളെ ഖതീബിൻ്റെ മാത്രം ഒരു പ്രത്യേക നിയമമല്ല, ഇസ്ലാമിലെ ജുമായുടെ ആദാബുകളിൽപ്പെട്ട അടുപ്പിച്ച് ഇരുന്ന് ഓരോ സഫ് പൂർത്തിയാക്കിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഏതാനും ദിവസങ്ങളായി, ഒരു 11 ദിവസത്തിൻ്റെ മേലെയായി ലോസ് ആഞ്ചൽസിൽ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുക. അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്കോ ഫലസ്തീനുമായി കൂട്ടിബന്ധിപ്പിക്കുന്ന സംസാരങ്ങളിലേക്കോ അപ്പുറത്തേക്ക് ആ തീ നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തൽ അത്യാവശ്യമാണ്. 22 ലക്ഷം കോടി രൂപൻ്റെ
മേലെ നാശനഷ്ടം സംഭവിച്ചു. 24,000 വരുന്ന ആളുകളുടെ മരണം അമേരിക്കയിൽ സംഭവിച്ചു. 45,000 ഏക്കർ മുകളിൽ കത്തി നശിച്ച് 12,300 വരുന്ന കെട്ടിടങ്ങൾ തീ കൊണ്ട് നശിപ്പിക്കപ്പെട്ട് 14,000 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ തീ അണക്കാൻ വേണ്ടിയുള്ള ഹെലികോപ്റ്ററും വിമാനങ്ങളും അത്യാധുനിക സൗകര്യങ്ങളെല്ലാം വെച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ദുനിയാവിലെ ഒരു ചൂടിനെക്കുറിച്ച്, ഒരു തീയിനെക്കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ചൂട്, ഈ തീ അണക്കാൻ വേണ്ടി പെടാപാടുപെടുന്ന മനുഷ്യരെ അള്ള സൃഷ്ടിക്കുന്ന നരകത്തിൻ്റെ ചൂടുന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണത്. ഈ ദുനിയാവിലെ ഏറ്റവും ചെറിയ ഡിഗ്രിയുള്ള ഈ ചൂടിൻ്റെ ഒരു ചെറിയ കാരണമായ ഈ തീപിടുത്തം ശമിപ്പിക്കാനും മാറാനും മാറ്റാനും കഴിയാത്തവർക്ക് എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ 145 സ്ഥലത്ത് പറഞ്ഞ അന്നാർ, നരകത്തിയുണ്ടിട്ടോ എന്നുള്ള വാക്ക്? 145 സ്ഥലത്ത് അള്ളാഹു ആളിക്കത്തുന്ന നരകത്തിന്റെ പദം അന്നാർ, ആളിക്കത്തുന്ന തീ എന്ന വാക്ക ഉപയോഗിച്ച്. ഫത്തഖുന്നാർ, ആ നരകത്തിനെ സൂക്ഷിക്കണം. വഖൂദുഹന്നാസ് വൽ ഹിജാറ, കെട്ടിടങ്ങളല്ല, വീടുകളല്ല കത്തുന്നത്. അന്നാസ്, മനുഷ്യരെയാണ് കത്തിക്കുക. വൽ ഹിജാറ, ശക്തമായ കല്ലുകളെയാണ് അവിടെ കത്തിക്കുക. അതീന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? വമാഹും ബിഖാരിജീന മിനന്നാർ, ആ തീയിൽ നിന്നൊരാൾക്കും അവിടെ നിന്ന് കുതറിയോടി മാറി രക്ഷപ്പെടാൻ കഴിയൂല. അങ്ങനെ പെട്ടെന്നൊന്നും അവിടുന്ന് പോരാൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ തീയാണ്. നാറുല്ലാഹിൽ മൂഖദ, അള്ളാഹുവിൻ്റെ ആളിക്കത്തിക്കുന്ന തീയാണ്, അള്ളണ്ടാക്കിയ തീയാണത്. അതിൻ്റെ അടിയിലാണ് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, അതിൻ്റെ ഏറ്റവും അടിയിലാണ് നീചന്മാരായ വ്യാജന്മാരായ മുനാഫിഖീങ്ങൾ. ദുനിയാവിൻ്റെ ചൂടും തീയും വെച്ചിട്ട് പറഞ്ഞു ഹദീസിൽ, ഈ ചൂടിനേക്കാൾ 69 ഇരട്ടി ശക്തമാണ്, ഇരട്ടിയാണ് അള്ളാന്റെ നരകത്തിന്റെ ചൂട്. 69 ഇരട്ടി. കുല്ലമാ ഖബത സിദ്നാഹും സഈറാ, എത്രമാത്രം ആ തീ അങ്ങനെ കെടാൻ നോക്കിയാൽ, ആളി കത്തുന്നത് നിൽക്കാനായാൽ അള്ളാഹു അതിനെ വീണ്ടും വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കും. നരകത്തിൽ ഇങ്ങനെ കുന്നുകൂടിയ മനുഷ്യരെ നിറക്കുന്ന സമയത്ത് നരകത്തിനോട് ചോദിക്കും, നിറഞ്ഞോ, മതിയായോ? ഹൽ മിൻ മസീദ്, എത്ര ഉണ്ടെങ്കിലും വന്നോട്ടെ, നിറയൂല. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അവിടെയുള്ള മനുഷ്യൻ ഇങ്ങനെ കത്തുമ്പോൾ തൊലി ഇങ്ങനെ വെന്ത് ഉരുകി ഉരുകികൊണ്ട് തീരും, പുതിയ തൊലി തരും. എന്നിട്ട് ആ ശിക്ഷ വീണ്ടും അവനെ കൊണ്ട് അനുഭവിപ്പിക്കും. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പാപമില്ലാത്ത മോശക്കേടുകളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടെങ്കിലേ ഇവിടുന്ന് രക്ഷപ്പെടുള്ളൂ. എന്തൊക്കെ വാർത്താ സംഭവങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പത്തനംതിട്ടയിലെ ഒരു പെൺകുട്ടിയെ കായിക പരിശീലകൻ അടക്കം, സുഹൃത്തുക്കളടക്കം, എന്തിന് പ്രതിപ്പട്ടികയിൽ 18 തികയാത്ത ചെറുപയ്യന്മാര് വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ കേരളക്കാരായ ഞാനും നിങ്ങളൊക്കെ വായിക്കണം, എങ്ങോട്ടാണ് ഈ പോക്ക്? മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറയുന്ന പ്രദേശത്തൊരു മാനസിക വൈകല്യമുള്ള ഒരു ചെറുപ്പക്കാരിയായ ഒരു യുവതിയെ ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിച്ച് ശരീരത്തിലുണ്ടായിരുന്ന 15ഓളം പവന്റെ സ്വർണം വരെ അടിച്ചു മാറ്റി കൊണ്ടുപോയി. എവിടേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? എറണാകുളത്തെ ചേന്ദമംഗലത്ത് അയൽവാസിന്റെ വീട്ടിൽ കയറിയിട്ട് 3 ആളുകളെ വെട്ടിക്കൊന്നു. തൊട്ടപ്പുറത്തെ അയൽവാസി. എന്തു ദേശത്തിലാണ്? എന്തൊക്കെ നടുക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ ന്യൂ ഇയറിന്റെ തലേ ദിവസമുണ്ടായ ഒരു സംഘർഷത്തിൽ 14 വയസ്സുകാരൻ 31 വയസ്സുകാരനെ കുത്തിക്കൊന്നു. നമുക്കൊന്നും തോന്നിയില്ലേ? ഇതൊക്കെ നാടിനകത്ത് നടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും.
അള്ളാന്റെ ഖുർആൻ പറയാ, വല്ലദീന കസബുസ്സയ്യാത്തി, ആരെങ്കിലും സമ്പാദിച്ചു കൂട്ടുന്നത് മോശത്തരങ്ങളാണെങ്കിൽ, തിന്മകളാണെങ്കിൽ, ജസാഉ സയ്യിഅത്തിൻ ബിമിസ്ലിഹാ, അതേപോലത്തെ ദുരന്തങ്ങളും തിന്മകളും ശിക്ഷകളും അവന് പ്രതിഫലമായിട്ട് കിട്ടുന്നതാണ്. വതർഹഖുഹും ദില്ല, അപമാനം അവർക്ക് വന്ന് മേൽ പതിക്കുന്നതാണ്. നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് മാലഹും മിനല്ലാഹി മിൻ ആസിം, അള്ളാഹുവിൽ നിന്ന് അത് തടുക്കാൻ സംരക്ഷകനായി ഒരാളും വരൂല. അതുകൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നരകമുണ്ട് എന്ന് പറയണ എന്തെങ്കിലും ഒരു ആയത്തും ഹദീസും കേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറി നിന്നല്ലാതെ നമ്മൾ രക്ഷപ്പെടില്ല. പലിശക്കാരാ രക്ഷപ്പെടില്ല. വ്യഭിചാരികളെ, സ്വവർഗരതിക്കാരെ, മോഷ്ടാക്കളെ, കളവ് പറയുന്നവരെ, വഞ്ചകന്മാരെ നരകമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂക്ഷിക്കുക. അള്ളാഹുവിൽ നിന്നുള്ള അവൻ്റെ ഏറ്റവും വലിയ റഹ്മത്താകുന്ന സ്വർഗം നഷ്ടപ്പെട്ട് ലഅനത്താകുന്ന നരകത്തിലേക്ക് പതിക്കുന്ന ആ ഏറ്റവും വലിയ അപകടം നിറഞ്ഞ സ്ഥാനത്തേക്ക് പോകുന്ന ആളുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിൻ്റെ അഹിലുകാരാക്കി നമ്മളെ മാറ്റുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു ആദർശ സുഹൃത്ത് ഒരുപക്ഷെ നമ്മുടെ പള്ളിയിൽ ഖുത്ബ മുടങ്ങാതെ കേൾക്കുന്നു എന്ന ഒരു പരിചയമല്ലാതെ മറ്റൊരു പരിചയമില്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എല്ലാ ദിവസവും പുലർച്ചെ 4 മണിക്ക് അദ്ദേഹം എഴുന്നേറ്റ് എനിക്കൊരു മെസ്സേജ് അയക്കും. സുഖമാണോ, സലാമൊക്കെ പറഞ്ഞൊരു പ്രാർത്ഥനയൊക്കെ പറയും. എല്ലാ ദിവസവും 4 മണിക്ക്. കുറച്ചു മാസങ്ങളായി അദ്ദേഹത്തിൻ്റെ വോയിസ് വരാറില്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ ഖുത്ബകൾ അദ്ദേഹം സ്ഥിരമായി വീഡിയോ സഹിതം കേൾക്കാറുണ്ട്. പിന്നീട് ഞാൻ അവിടെയുള്ള പരിചയമുള്ള ഒരു സഹോദരനെ വിളിച്ചിട്ട് ഈ അഡ്രസ്സുള്ള വ്യക്തിനെ ഒന്ന് അന്വേഷിക്കും. അദ്ദേഹം ഇപ്പോൾ 2 മാസമായിട്ട് മെസ്സേജ് ഒന്നും അയക്കുന്നില്ല. അദ്ദേഹത്തിന് എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മരിച്ചു. അള്ളാഹു ആ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്കറിയില്ല, പക്ഷെ അദ്ദേഹം ഞങ്ങളെ സ്നേഹിക്കുന്നു. അള്ളാഹു നീ അദ്ദേഹത്തെ സ്നേഹിച്ച് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഈ ചക്കരക്കല്ലിൽ വിവിധങ്ങളായ സഹോദരങ്ങൾ, വീടുകളിൽ രോഗികളായി കിടക്കുന്ന മക്കളുണ്ട്, വാപ്പയും ഉമ്മയും രോഗികളായ ആളുകളുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ആശുപത്രിയിൽ നിന്ന് വന്ന് വിശ്രമത്തിലുണ്ട്. പടച്ച റബ്ബേ, പൂർണ്ണമായ ഷിഫ എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരുപാട് കാര്യങ്ങളുമായി ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സമ്പത്തിലും ജീവിതത്തിലും എല്ലാം നീ ബറക്കത്ത് നൽകണമേ. ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമയും സമാധാനവും നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഏറ്റവും സന്തോഷകരമായ നല്ല ജീവിതം ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, നിൻ്റെ മഹത്തരമായ എല്ലാവിധ നന്മകളിലേക്കുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا توفنا مسلمين والحقنا بالصالحين. ربنا آمنا فاكتبنا مع الشاهدين. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.